എല്ലാവർക്കും ഡ്രാമ റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം. ഇവനാണെങ്കിൽ സ്ലീപ്പിംഗ് പിൽസ് ഉറങ്ങാൻ വേണ്ടിയിട്ട് കഴിച്ചിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഇവൻ്റെ ഫ്രണ്ട് കയറി വരുന്നത്. അങ്ങനെ ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ ബാലൻസ് തെറ്റി വീഴുന്നുണ്ട്. ഇവൻ്റെ പുറത്തൂടെയാണ് അവൻ വീഴുന്നത്. അങ്ങനെ ഇവൻ പറയാണ്, ഇനി നീ മറ്റുള്ളവരുടെ മുമ്പിൽ പിയാനോ വായിച്ച് കൊടുക്കരുത് എന്നൊക്കെ പറയണം. അപ്പം അവൻ വായിക്കുമെന്ന് പറയണം, ഞാൻ പിയാനോ ഇനിയും വായിക്കുമെന്ന് പറയണം. അപ്പം അവൻ പറയാണ്, അങ്ങനെ നീ വായിക്കുമെന്നുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ മാത്രമേ വായിക്കാവൂ എന്നൊക്കെ പറയണം. അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഇവ ഉറങ്ങിപ്പോകുന്നുണ്ട്. അവൻ്റെ ദേഹത്തോടെ തന്നെ ഇവൻ മയങ്ങി വീഴുകയാണ്. ഇവനറിയില്ലല്ലോ അവൻ സ്ലീപ്പിംഗ് പില്ല് കഴിച്ചിട്ട് ആണ് ഇങ്ങനെ മയങ്ങി വീണെന്ന്. ഇവൻ എന്തോ പറ്റിയെന്ന് കരുതിയിട്ട് ഇവൻ പാനിക്കായിട്ട് അവനെ ഒരുപാട് പ്രാവശ്യം വിളിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പോഴൊന്നും എണീക്കുന്നില്ല. അങ്ങനെ അവൻ ഇവനെ സോഫയിൽ പിടിച്ച് കിടത്താണ്. അപ്പോഴാണ് അവിടെ സ്ലീപ്പിംഗ് പിൽസ് ഇരിക്കുന്നത് കാണുന്നത്. വിചാരിച്ചിനി ഈ സ്ലീപ്പിംഗ് പിൽസിൻ്റെ ഡോസ് അവൻ കൂടുതലെടുത്ത് കാണുമെന്ന് പേടിച്ചിട്ട് അവൻ വിളിച്ച് കേൾക്കുന്നുണ്ട്, നീ എത്ര കഴിച്ചു എന്നൊക്കെ. പക്ഷേ ഉറക്കത്തിലായതുകൊണ്ട് തന്നെ അവന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇവൻ പാനിക്കായിട്ട് അവന് ശ്വാസമൊക്കെ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. അതുപോലെ ഇവൻ്റെ ഹാർട്ട് ബീറ്റ് നോർമലാണോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അതൊക്കെ ഓക്കെ ആണ്. ഇവ കൂർക്കം വലിച്ച് ഉറങ്ങുന്നതിൻ്റെ സൗണ്ട് കേൾക്കപ്പോൾ ഇവ ഓക്കെ ആവാണ്. ഇവൻ ടെൻഷനൊക്കെ മാറിയതിന് ശേഷം ഇവൻ അവിടെ നിന്ന് പോകാൻ വേണ്ടി നോക്കുകയാണ്. ആ സമയത്ത് ഇവൻ ഉറക്കത്തിൽ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അത് ഇവന് മനസ്സിലായി. അങ്ങനെ ഒരു ബെഡ്ഷീറ്റ് എടുത്ത് അവിടെ മൂടി കൊടുക്കാൻ വേണ്ടി ഇവൻ നോക്കുമ്പോൾ ഇവൻ്റെ കൈ ഇറക്കി പിടിക്കുന്നുണ്ടായിരുന്നു. അവൻ ഉറക്കത്തിൽ എന്തോ സ്വപ്നം കണ്ട് നന്നായിട്ട് പേടിക്കുന്നുണ്ടായിരുന്നു. അത് ഇവന് നന്നായിട്ട് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ഇവൻ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നീ എന്ത് പേടിപ്പിക്കുന്ന സ്വപ്നമാണ് കാണുന്നതെന്ന് അവൻ ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്. അവനെ പേടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. കുറച്ചേപ്പം ഇവ അവൻ്റെ കൈ വിടുന്നില്ല, അങ്ങനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇവൻ അവൻ്റെ കൂടെ തന്നെ അന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അവൻ്റെ കൈ ഒരു വിധത്തിലും വിടുന്നുണ്ടായിരുന്നില്ല. അവൻ നന്നായിട്ട് പേടിച്ചിട്ടിരിക്കും എന്ന് ഇവൻ മനസ്സിലാക്കിയിട്ട് അവനും അവൻ്റെ കൂടെ തന്നെ അന്ന് മുഴുവനും കിടന്നുറങ്ങുന്നുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.